ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ മെറ്റേണിറ്റി കവറേജ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മെറ്റേണിറ്റി ഉൾപ്പെടെ ഉള്ള ഒരു പോളിസി എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് വർഷം അതിന്റെ പ്രീമിയം അടച്ചു തീർത്താൽ മതി. നമുക്കൊരു 9 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു 2 കൊല്ലം കഴിഞ്ഞു ഒരു ക്ലെയിം വരുന്ന ഒരു സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ആ എമൗണ്ട് ഉപയോഗപ്പെടുത്താനും സാധിക്കും. ചെറിയൊരു എമൗണ്ട് എന്തായാലും നമുക്കറിയാം നമുക്കൊരു മെറ്റേണിറ്റി ആവശ്യം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ചെറിയ പ്രീമിയം അടച്ചു പോവുകയും ഫ്യൂച്ചറിൽ ക്ലെയിം വരുമ്പോൾ വലിയൊരു എമൗണ്ട് മെറ്റേണിറ്റി ആവശ്യത്തിന് എടുക്കാനും സാധിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഉള്ള പോളിസികളിൽ ആദ്യത്തെ 90 ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടികളെ ആഡ് ചെയ്യുന്നത്. ഈ 90 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു അസുഖം ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പുതിയ പോളിസിയിലേക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്ന് ഇപ്പോൾ ഒരു മെറ്റേണിറ്റി പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ന്യൂ ബോൺ ബേബിക്ക് അപ് ടു സം ഇൻഷുർഡ് വരെ കവറേജ് കിട്ടുന്നത്. അതായത് മെറ്റേണിറ്റിക്ക് ഒരു ലിമിറ്റഡ് കവറേജ് ആയിരിക്കും കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് ജനിക്കുന്ന കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അപ് ടു സം ഇൻഷുർഡ്, അതായത് ഇപ്പൊ പാരന്റ്സ് 10 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ 10 ലക്ഷം രൂപ വരെ കുട്ടിക്കും കവറേജ് കിട്ടുന്ന തരം പ്ലാനുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് പാരന്റ്സ് എടുത്തു വെച്ചിരിക്കുന്ന പോളിസിയുടെ 100% കവറേജ് കുട്ടിക്കും ലഭിക്കുന്നതായിരിക്കും. ആ പോളിസി ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനും സാധിക്കും.